എങ്ങനെ പോയാലും നമ്മുടെ ഉള്ളിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് പോയി പഠിച്ചാലാണെങ്കിലും അതിൻ്റെ അകത്തുനിന്നൊരു റിസൾട്ട് ഉണ്ടാവും. നമുക്ക് ലൈറ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ലൈറ്റിങ്ങിലാണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഞങ്ങൾ കുട ചൂടി നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വലിയ മഴ പെയ്തു. ഞങ്ങൾ തിരിച്ചു ഓടി കാറിലേക്ക് കയറാൻ വന്നപ്പം അവിടെ ആരുമില്ല. ആ ബീച്ചിലുള്ള എല്ലാവരും പോയി. കയറി നിൽക്കാനൊരു സ്ഥലമില്ല. വണ്ടിയുടെ താക്കോല് മിസ്സായി. പിന്നെ ഞങ്ങൾ താക്കോല് തപ്പി ഞങ്ങൾ താക്കോല് നോക്കുന്നതിനനുസരിച്ച് ഇപ്പുറത്തുനിന്ന് വെള്ളം കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് തിരിച്ചിറങ്ങി പോകാനുള്ള സ്ഥലം അവിടെ ബ്ലോക്കായി. അതിനു മുന്നേ എൻ്റെ കൂടെ അച്ഛൻ വരുമായിരുന്നു വർക്കിന്. എൻ്റെ അച്ഛൻ എത്ര മണിക്കൂർ വേണമെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനോ, അച്ഛനത് ഞാൻ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ. എന്റെ കയ്യിലേക്ക് ഇപ്പൊ ഒരു SLR ക്യാമറ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. ഞാനും പെട്ടുപോയതാണ്. അതപ്പോ ആ പെട്ടുപോലെ ആ അത് പെടാപ്പാട് എങ്ങനെയാ മാറ്റിയത്? എനിക്ക് ആദ്യം ക്യാമറ കിട്ടുന്ന എന്റെ ചേച്ചിയുടെ ഫ്രണ്ടിന്റെ ഒരു ക്യാമറയാണ്. അപ്പം ഞാൻ ആ ക്യാമറ ആദ്യം ഒന്നും എടുത്തില്ല. കാരണം എനിക്ക് ഭയങ്കര എൻ്റെ ഒരു സ്വിച്ച് ഞെക്കാൻ പോലും എനിക്ക് പേടിയാണ്. കാരണം എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഓക്കെ ആക്കാൻ എനിക്ക് അറിയില്ല. ആ ടൈമിൽ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ സാറിനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ ക്യാമറ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പേടിയാണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത്. സാർ പറഞ്ഞു നീ ധൈര്യമായിട്ട് എടുത്തോ, അതിലെന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ശരിയാക്കി തരാം, പഴയ പോലെ ആക്കി തരാമെന്ന് പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസിലാണ് ക്യാമറയിൽ എടുത്ത് നോക്കിയത്. സാറിൻ്റെ അടുത്ത് പിന്നെ കൊണ്ടുകൊണ്ട് വന്നില്ല. പിന്നെ നമുക്ക് മനസ്സിലായി വളരെ എളുപ്പമാണ് ഇതൊന്നും. അത്രയും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഏറ്റവും മോസ്റ്റ് മോഡേൺ ഒരു ക്യാമറ ഞാൻ കയ്യിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫോട്ടോസ് എടുക്കാൻ ഓക്കെയാണ്. ഏത് ക്യാമറ ആണെങ്കിലും അതിൽ ആ കോൺഫിഡൻസ് ഉണ്ട്. ഏത് ക്യാമറയാണെങ്കിലും ഏകദേശം ഒരു പാറ്റേൺ ഒരുപോലെ ആയിരിക്കുമല്ലോ. അത് വെച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പം അങ്ങനെ ഒരു പേടിയോ സംഭവം ഇല്ല. ആ ഒരു കോൺഫിഡൻസിലേക്ക് പഞ്ചന വന്നിട്ടുണ്ട്. എനിക്ക് അത്രയും പേടി, എനിക്ക് എടുക്കാൻ തന്നെ പേടിയായിരുന്നു. അതിനൊക്കെ മാറി. ഇനിയിപ്പോ നെക്സ്റ്റ് ലെവലിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ഒരു പ്രൊഫഷനായി മാറി. ആസ് എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയും. ഇപ്പം ആൾക്കാർക്ക് അറിയാം, കുഞ്ഞി പറഞ്ഞതിന്റെ പേര് അറിയാം. ഇപ്പൊ ഈവൻ സെലിബ്രിറ്റീസിന്റെ ഇടയിൽ പോലും ഇങ്ങനെ ഒരാളുണ്ട്. കാരണം മറ്റൊന്ന് ഉള്ളത്, ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരിൽ അധികവും പുരുഷന്മാരാണ് അല്ലെ? ഗേൾസ് വളരെ കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാന്നല്ല, ഉണ്ട്, വെരി കുറവാണ്, ലെസ് ആണ്. അപ്പൊ അതെന്താണ് അങ്ങനെ? എന്താ പെൺകുട്ടികൾക്ക് വരാൻ പറ്റാത്ത പ്രൊഫഷനാണ്? ഒരു പ്രിവിലേജ് ഉണ്ട്. ലേഡി ആയതിന്റെ ഒരു പ്രിവിലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം പോസിറ്റീവ് എനിക്കിതുവരെ നെഗറ്റീവായിട്ട് അതൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും ലേഡി ആയിട്ടിരിക്കുന്നതിന്റെ പോസിറ്റീവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിന് സത്യം പറഞ്ഞ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും കുറെ ആളുകൾ ഇപ്പോഴും മെയിൽസ് ഫോട്ടോ എടുക്കുമ്പോൾ ഡിസ്കംഫോർട്ട് ആവുന്നവരുണ്ട്. ഷൂട്ടിന്റെ അല്ല, അല്ലാത്ത ഷൂട്ടുകൾ. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ഒത്തിരി വർക്കുകൾ വരുന്ന അങ്ങനെയാണ്. പറഞ്ഞില്ലേ ഗ്രാഫിക്സ് ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവില്ല? തീർച്ചയായിട്ടും അത് നമുക്ക് ഫ്രെയിം ഒക്കെ വെക്കും ഹെൽപ്ഫുൾ ആണ്. ആ ഒരു ബാലൻസ് ചെയ്യാനായിട്ട്, ആ ഒരു ഫ്രെയിം ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഒരു ചെറിയൊരു നോളജ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബാലൻസിങ് കാര്യങ്ങളൊക്കെ, കളേഴ്സിന്റെ ഫോട്ടോ എന്ന വാക്ക് തന്നെ ലൈറ്റ്. അപ്പം അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഫോട്ടോഗ്രാഫിയിൽ ലൈറ്റിംഗ് എന്നുള്ളത്. അപ്പൊ അത് പ്രൊഫഷണലി പഠിക്കാതെ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണോ? ഏറ്റവും കൂടുതൽ അവൈലബിൾ ലൈറ്റ് പുറത്ത് നമുക്ക് കിട്ടുന്ന ലൈറ്റിൽ നിന്നാണ് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ വർക്കുകൾ കൂടുതലും അങ്ങനെ ചെയ്യുന്ന വർക്കുകളാണ്. നമുക്ക് ലൈറ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ലൈറ്റിങ്ങിലാണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. കൃത്യമായി ലൈറ്റ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഫോട്ടോ പിന്നെ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രെയിം ആണെങ്കിൽ പോലും അവിടെ കൃത്യമായ ലൈറ്റ് ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. അത് ടൈം ഉണ്ട്. ഇപ്പൊ നമുക്ക് ബീച്ചിൽ പോയി ഫോട്ടോ എടുക്കാനാണെങ്കിൽ അതിനൊരു ടൈം ഉണ്ട്. ഉച്ചക്കൊന്നും പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു കൃത്യം ടൈമിൽ തന്നെ നമ്മൾ ക്ലിക്ക് സംഭവിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഫോട്ടോ. ഇപ്പൊ ഈവനിങ്ങിലൊക്കെ ആകുമ്പോ ഇപ്പൊ ഗോൾഡൻ അവർ ഒക്കെ കിട്ടണമെങ്കിൽ അരമണിക്കൂറൊക്കെ ഉള്ളൂ. ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ എടുക്കാനുള്ള സാധനം എടുക്കണം. അപ്പം പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും ചലഞ്ചിങ്, ഇപ്പൊ പറഞ്ഞല്ലോ ഓരോ തവണ ഓരോ സംഭവം ഓരോ വർക്ക് വരുമ്പോഴും പുതിയ ചലഞ്ച് ഉണ്ടാവുന്ന പറഞ്ഞു. എങ്കിലും ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്ത വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ എപ്പോഴായിരുന്നു? ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലൊന്നും അല്ല. നമ്മൾ പെട്ടെന്നൊരു ഫോട്ടോഷൂട്ട് ചെയ്യാം. അന്നൊരു ഞാനും അമൃതയും എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്നൊരു ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറെ റോസാപ്പൂ ഒക്കെ മേടിച്ച് ഞങ്ങളൊരു ബീച്ചിലേക്ക് പോയി. ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയപ്പോഴേക്കും ആ ഒരു ടൈമിൽ തന്നെ പെട്ടെന്നൊരു മഴയ്ക്കുള്ളൊരു രീതിയിൽ മൊത്തം ഇരുണ്ടു. അപ്പൊ പിന്നെ ഞങ്ങൾ ഒരു വേഗം നമുക്ക് ഷൂട്ട് ചെയ്യാം, കുട പിടിച്ചിട്ടാണെങ്കിലും ഇപ്പൊ മോഡലിന് പുള്ളിക്കാരൻ നനയുന്നതിന് കുഴപ്പമില്ല, ആ ഒരു മൂഡിൽ എടുക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കുട ചൂടി നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വലിയ മഴ പെയ്തു. ഞങ്ങൾ തിരിച്ചു ഓടി കാറിലേക്ക് കയറാൻ വന്നപ്പം അവിടെ ആരുമില്ല. ആ ബീച്ചിലുള്ള എല്ലാവരും പോയി. കയറി നിൽക്കാനൊരു സ്ഥലമില്ല.
വണ്ടിയുടെ താക്കോല് മിസ്സായി. പിന്നെ ഞങ്ങൾ താക്കോല് തപ്പി ഞങ്ങൾ താക്കോല് നോക്കുന്നതിനനുസരിച്ച് ഇപ്പത്തുനിന്ന് വെള്ളം കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് തിരിച്ചിറങ്ങി പോകാനുള്ള സ്ഥലം അവിടെ ബ്ലോക്കായി. എന്നിട്ട് ഞങ്ങൾ പിന്നെയും തിരിച്ച് വണ്ടിയെടുത്ത് ഞങ്ങൾക്ക് വണ്ടിയിലേക്ക് കയറാൻ വഴിയില്ല, പിന്നെ കയറി നിൽക്കാൻ സ്ഥലമില്ല, താക്കോലില്ല. അതാണ് ഏറ്റവും, കാരണം അത് ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, സമയത്ത് ഉണ്ടായ ഒരു ഇതാണ്. പിന്നെ ഞങ്ങൾ പോയി താക്കോല് വീട്ടിൽ പോയി സ്പെയർ എടുക്കാന്നുള്ളതിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരുപാട് രാത്രി 10 മണി 11 മണിയൊക്കെ കഴിഞ്ഞപ്പം താക്കോല് തൊട്ടടുത്തുനിന്ന് തന്നെ കിടന്ന് കിട്ടി. ഒരു വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത് എപ്പോഴാണ്? അതായത് ഇപ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഔട്ട് കിട്ടി, ഒന്നത്. രണ്ട്, ഇതിന് ഒത്തിരി കമന്റ്സ് അല്ലെങ്കിൽ റെസ്പോൺസ് വരുന്നുണ്ട്. രണ്ട്, പല രീതിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നാം. അപ്പം അഞ്ജന ഏറ്റവും കൂടുതൽ ഓക്കെ ആകുന്നത് എന്താണ്? ഇത് രണ്ടിലും എനിക്ക് നമ്മൾ ആ ഫോട്ടോ എടുക്കുന്ന ഒരു ടൈമിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. ഓക്കെ, ഇത് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ക്ലയൻസ് ഇത് എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ലൈക്കിൻ്റെ രീതിയിലല്ല, അത് നമ്മൾ കൊടുത്ത പോലെ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരു കൃത്യമായിട്ടുള്ള റേഷ്യോയിലും കാര്യങ്ങളിലും വേറെ ഫിൽറ്റേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ അത് അത്രയും ഡീസൻ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, അവിടം വരെ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നത് ബാക്കി ആൾക്കാരുടെ രീതിയാണ്. അവിടം വരെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ആംഗ്ലോ ഫോട്ടോഗ്രാഫിനെ കുറിച്ചൊക്കെ അത് ഡീപ്പായിട്ട് മനസ്സിലാക്കാറുണ്ടോ? അതിനെ എങ്ങനെയാണത്? ഞാൻ അതിനെപ്പറ്റി അധികം പഠിച്ച് ചെയ്തിട്ടില്ല. നമ്മളൊരു ഫ്രെയിം റെഫറൻസ് ഇട്ട് ചെയ്യും. അതെ, നമ്മളിപ്പോ ഒരു ഫ്രെയിം നമ്മൾ അത് കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പിന്നീട് നമ്മൾ ഈ ആംഗിൾസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്തത് ഈ ഒരു തിയറി വെച്ചിട്ടാണെന്നുള്ളത് നമുക്ക് പിന്നെ മനസ്സിലാവും. കാരണം അന്നേരം നമ്മളൊരു തിയറി കൊടുത്തിട്ടൊന്നും അറിയില്ല, അതൊരു ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു ഭംഗി വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നീടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ ഇങ്ങനെയൊക്കെ ശാസ്ത്രീയമായി ഇങ്ങനെയൊക്കെ. അപ്പൊ ഒരു കാരിയർ ഇതുപോലെ കുഞ്ഞിപ്പാറിനെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി, അവരോട് എന്താണ് പറയാനുള്ളത്? ഈ കരിയറിലേക്ക് വരുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഞാൻ വരുമ്പോ ഭയങ്കര എളുപ്പമായിരുന്നു. കുറച്ചും കൂടെ കുറച്ചു കാലം ഒരുപാട് കാലം ഇല്ല, എന്നാലും കുറച്ചു കാലം പുറകിലാണ്. ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വന്നിട്ടില്ല. അന്നും ഈ ഇൻസ്റ്റഗ്രാമൊന്നും ഇത്രയും ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും അന്ന് ഉണ്ടായിട്ടില്ല. അപ്പം ഇനി വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്ത്, അല്ലെങ്കിൽ നമ്മളൊരു സേഫ് സോണിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു നിലയിലേക്ക് എത്താൻ പറ്റില്ല. നമ്മളത് ബ്രേക്ക് ചെയ്ത് നമ്മൾ യൂണീക്കായിട്ട് നമ്മുടെ സേഫ് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പലരും ചോദിക്കാറുണ്ട് ഫോട്ടോഗ്രാഫി പഠിക്കേണ്ടതാണ്, പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് മഹേഷിന്റെ ഫാദർ പറഞ്ഞാലും ഇത് പഠിപ്പിക്കുന്ന സെന്റേഴ്സ് ഉണ്ടെന്ന് അറിയാം. അല്ല, അത് ഹെൽപ്ഫുൾ ആണോ? എങ്ങനെ പോയാലും നമ്മുടെ ഉള്ളിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് പോയി പഠിച്ചാലാണെങ്കിലും അതിൻ്റെ അകത്തുനിന്നൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ പഠിപ്പിക്കാൻ ഇവിടെ ഫോട്ടോഗ്രാഫി ഡിപ്ലോമ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതെ, വേണമെങ്കിൽ ചിലപ്പോൾ എനിക്കൊന്നും ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പഠിപ്പിക്കും. ബാക്കി നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. ഇപ്പം ഞാൻ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഫോട്ടോഷൂട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ വരുന്ന ക്ലയന്റ് ഡിമാൻഡ് ചെയ്യും ഇന്ന ക്യാമറ വേണം, ഇന്ന ക്യാമറയിൽ വേണം എൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ. നമ്മുടെ രീതിയിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ഒരു കൾച്ചർ വന്നു തുടങ്ങിയോ? ഇവിടേക്ക് അങ്ങനെ ആരും ഇതുവരെ ക്യാമറ ചിലപ്പം അവർക്കറിയാമെന്നൊക്കെ ഉള്ള രീതിയിൽ ഏതാ ക്യാമറ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നല്ലാതെ ആരും ഇതുവരെ അങ്ങനെ ഇന്ന ക്യാമറയിൽ എടുക്കണമെന്നോ അങ്ങനെയൊന്നും ഇതുവരെ ആരും ഡിമാൻഡ് ചെയ്തിട്ടില്ല. പല ബ്രാൻഡിന്റെ ഒക്കെ ക്യാമറാസ് ഉണ്ടല്ലോ, അപ്പം അഞ്ജനയ്ക്ക് കൂടുതൽ ഓക്കെ ആയി തോന്നിയ കമ്പനി സോണി ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മോസ്റ്റ്ലി എല്ലാവരും സോണിയിലേക്കാണ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം നമുക്കറിയാം ഇപ്പോൾ എയുടെ കാലത്താണ്, എല്ലാ പ്രൊഫഷനിലും എ ഒരു ത്രെറ്റാണ്, അതേസമയം ഹെൽപ്ഫുൾ ആണ് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ പ്രൊഫഷനിൽ പോലും ഇപ്പം ആങ്കർ ഇല്ലാതെ ഇപ്പം ആങ്കറിനൊന്നും ആവശ്യമില്ല. ഇപ്പം ഇനി കുഞ്ഞിപ്പാറിനെ ആങ്കർ ചെയ്യാൻ ഒരു ആങ്കർ തന്നെ വന്നു ഇരുന്നൊക്കെ വരും. അപ്പോൾ അതുപോലെ ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പൊ അത് ഹെൽപ്ഫുൾ ആണോ ഇപ്പോഴത്തെ? എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതിന് വരുന്ന ഒരുപാട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും ആവശ്യം ഉണ്ടാവും എനിക്ക് തോന്നണില്ല. ഇത് പറയുമ്പോഴും എനിക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ ചിത്രീകരിച്ച ആ പടം തന്നെ ഓർമ്മ വരുന്നു. മഹേഷിന്റെ പ്രതികാരത്തില് അതിനകത്ത് ഈ അച്ഛൻ ക്യാരക്ടർ ചെയ്തൊരു പടം, ഒരു ഫോട്ടോ എടുത്ത് മഹേഷ് പറയുന്നുണ്ട് ഇതൊന്ന് കളർ ചെയ്യണം, ഇതൊന്ന് ഷാർപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്ന സാധനം ഉണ്ടല്ലോ. അപ്പൊ നാച്ചുറൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോ നമ്മുടെ ടൂളോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും ഇല്ലാതെ, ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ നമ്മൾ എടുക്കുന്ന നാച്ചുറൽ ഫോട്ടോസ്, അതിന്റെ ലൈഫ് വേറൊന്നാണല്ലോ അല്ലേ? നമ്മൾ എത്ര ടൂൾ ഉപയോഗിച്ചാലും അത് കിട്ടില്ലല്ലോ. കാരണം എനിക്ക് തോന്നുന്നു ഇനിയുള്ള നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മുന്നോട്ടേക്ക് ഇത് എങ്ങനെയൊക്കെ
നമ്മുടെ ലോകം പുരോഗമിച്ചു വരുമോ എന്നുള്ളത് അറിയില്ല. അപ്പം ഇപ്പം അങ്ങനെ അത്രയും നമ്മളിപ്പം വെറുതെ ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടിനൊന്നും അങ്ങനെ അത്രയും യൂസ് ചെയ്യുന്നില്ല. എല്ലാം അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുത്ത് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താലേ ഉള്ളൂ. അപ്പൊ അത്രയും ഒരു നമ്മുടെ ജോലി പോകുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല. എന്റെ നല്ല ഫോട്ടോ എടുത്ത് തരാമോ? പിന്നെ തീർച്ചയായിട്ടും. എപ്പോ തരും ഫോട്ടോ? ഈ ചോദ്യമാണ് എപ്പോഴും ഫോട്ടോഗ്രാഫേഴ്സിനെ തരും. എനിക്ക് എപ്പോഴും ഫോട്ടോ ഏറ്റവും നേരത്തെ കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോ തരും ചോദിക്കുമ്പോൾ ഞാൻ പറയും ഏറ്റവും അടുത്ത് തരാന്ന് ഞാൻ പറയും. എനിക്കറിയില്ല, എന്റെ ആഗ്രഹം എനിക്ക് അത്ര നേരത്തെ. പക്ഷെ നമുക്ക് അങ്ങനെ പ്രഷർ ചെയ്ത ക്ലയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? എല്ലാവരും വീട്ടിലെത്തുമ്പോഴും ഇന്ന് അയക്കാം. ചിലപ്പോ എനിക്ക് തോന്നും ഇവർക്ക് ഇത് ഡ്രൈവ് ആക്കി ഇന്ന് തന്നെ കൊടുക്കാം. പക്ഷെ ചിലപ്പം ഈ വെയിലൊക്കെ കൊണ്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്യാമറ എടുക്കാൻ പോലും തീരെ വയ്യാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോഴും പക്ഷെ അവർക്ക് കുഴപ്പമില്ലല്ലോ, അവർക്ക് മെസ്സേജ് അയച്ചാൽ മതിയല്ലോ, ഫോട്ടോ വന്നില്ലല്ലോ, നമ്മൾ വേണേൽ ഇതെല്ലാം ചെയ്തു വെക്കാം. അങ്ങനെയൊക്കെയുള്ള എങ്കിലും പരമാവധി മാക്സിമം നേരത്തെ കൊടുക്കാറുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ ഇതിനകത്ത്. നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് പോകുമ്പോൾ എപ്പോ ഫോട്ടോ തരുന്നത് അപ്പൊ പറയാൻ പറ്റണം അല്ലേ? അപ്പൊ പറയാൻ പറ്റണം. അപ്പൊ നമ്മൾ വിചാരിക്കും ചെല്ലുമ്പോ തന്നെ. പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നീണ്ടു പോകും. അതിന് എഡിറ്റിങ്ങിനൊക്കെ ആളുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. ആരെങ്കിലും ഒരു മാനേജർ ഇതെല്ലാം ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്ത് സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ് ചെയ്തെല്ലാം ചെയ്യുന്ന ഒരാളുണ്ട്, അതിനുള്ള ടീം നമുക്ക് ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരാൾ തന്നെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അല്ലാത്ത പ്രശ്നങ്ങളും എല്ലാമായി വരുമ്പോഴേക്കും വളരെയധികം നമ്മൾ ഡൗൺ ആയി പോകും. ഓക്കെ, അപ്പം ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു കരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് ഈ ഒരു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ അഞ്ജനയ്ക്ക് തോന്നുന്നത്? കൺസിസ്റ്റൻസി ആയിരിക്കും. കാരണം നമ്മളെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്താലാണ് നെക്സ്റ്റ് വർക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷെ ഒത്തിരി തിരക്കായി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമ്മളെപ്പോഴും നമ്മുടെ ഒരു കസ്റ്റമറിനെ ഓക്കെ ആക്കി വെച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് പിന്നെയുള്ള വർക്കുകളും നമുക്ക് വരും. അതിന് ആ ഒരു രീതിയിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വർക്ക് മേടിച്ച് പോകുമ്പം അവർ ആ രീതിയിൽ കംഫോർട്ടാക്കി വിടുക എന്നുള്ളതാണ് നമുക്ക് പിന്നീട് നമുക്ക് വർക്ക് ബേസിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റ് ആവും. അഞ്ജനയുടെ തിരക്ക് എത്ര മാത്രമാണ്? ഇപ്പം ഡെയിലി വർക്ക് ഉണ്ടോ? ഡെയിലി ഇല്ലെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. ഏറ്റവും ഒരു ദിവസം ചെയ്ത കൂടുതൽ വർക്ക് എത്രയാണ്? ഇപ്പൊ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്? അങ്ങനെ 2-3 അത് കൂടുതൽ നമുക്ക് ഏകദേശം ഡേറ്റ് ഒക്കെ വെച്ച് നമ്മൾ എനിക്കങ്ങനെ ഡെയിലി വർക്കുകളൊന്നും നമുക്ക് മാനേജ് ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? മാനേജർ ഉണ്ടോ? ഇല്ല, ഒറ്റയ്ക്കാണ്. നിലവിൽ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും സപ്പോർട്ട് ഉണ്ട് നമ്മുടെ ഫാമിലി എന്നൊക്കെയല്ലേ? അപ്പം അതൊക്കെ എങ്ങനെയാണ്? അതിനെ കുറിച്ചുകൂടെ പറയൂ. ഫാമിലിയിലുള്ളത് അച്ഛൻ, അമ്മ, ചേച്ചി, അനിയനാണുള്ളത്. അച്ഛൻ BSNL വർക്ക് ചെയ്യുന്നു, റിട്ടയറായി. അമ്മ ഹൗസ് വൈഫാണ്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ, ഫാമിലിയിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്. ഞാനാണ് പിന്നെയും കുറച്ച് പുറകോട്ട് നിന്നത്. അവരാണ് എനിക്ക് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിക്ക്. ഇപ്പം എൻ്റെ ചേച്ചിയും അനിയനൊക്കെ ഇപ്പം ബ്രദർ എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. അപ്പം ഒരു വർക്കിന് ഇപ്പൊ വേറെ ആരെങ്കിലും കൂടെ വരാനില്ലെങ്കിൽ അവൻ വരും. അപ്പം അതിനു മുന്നേ എൻ്റെ കൂടെ അച്ഛൻ വരുമായിരുന്നു വർക്കിന്. എൻ്റെ അച്ഛൻ എത്ര മണിക്കൂർ വേണമെങ്കിലും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനോ, അച്ഛനത് ഞാൻ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ. അച്ഛൻ അത്രയും എത്ര ദിവസം വേണമെങ്കിലും അച്ഛൻ എനിക്ക് വേണ്ടി എവിടെ വേണമെങ്കിലും വെയിറ്റ് ചെയ്യുന്ന ഒരു അച്ഛനാണ് എനിക്കുള്ളത്. ഞാൻ വർക്കുകൾ കേരളത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേരളത്തിൽ ഏകദേശം എല്ലായിടത്തും തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറത്തേക്ക് അങ്ങനെ അത്രയും പുറത്തേക്ക് എൻക്വയറി വരും. പക്ഷെ നമ്മൾ പേയ്മെന്റും കാര്യങ്ങളും ട്രാവലും ഒക്കെ പറയുമ്പോൾ ചിലപ്പം അത് മാറിപ്പോകുന്നതാണ് കൂടുതലും. ഔട്ട്ഡോർ അല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ പുതിയൊരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സ്പേസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ പോയി നമുക്ക് സ്റ്റുഡിയോസ് പോകാൻ സേഫ് ആണ്. കാര്യം നമുക്ക് എല്ലാം ഓൾറെഡി ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇവന്റ് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ടെങ്കിൽ നമുക്കത് ഏത് മൂഡിലേക്കുള്ള ഫോട്ടോസ് വേണമെങ്കിലും അവിടെ എടുക്കാൻ പറ്റും. ഇനി എന്താണ് നമ്മുടെ പുതിയ തലമുറയിലെ ആൾക്കാരുടെ ഈ മൊബൈൽ ഫോണിൽ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ആൾക്കാരുടെ എന്താണ് അഞ്ജനയ്ക്ക് പറയാനുള്ളത്? എല്ലാവരും പയ്യെ അപ്ഡേറ്റ് ചെയ്ത് വരിക. പുതിയ ഓരോ എനിക്ക് തോന്നുന്ന വർക്കുകളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ക്യാമറയിൽ തന്നെ നമ്മൾ ചെയ്യണം. അല്ല മൊബൈലിൽ എടുക്കുന്നതിന് ഇതുവരെ അങ്ങനെ ഒരു വർക്ക് എനിക്കറിയില്ല, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം എല്ലാവരും അതിലേക്കും ഇതിലേക്ക് നമുക്ക് ഒത്തിരി ഫെയിം കിട്ടും എന്നുള്ളൊരു ചിന്തയിൽ അല്ലെങ്കിൽ ഒരുപാട് പൈസ കിട്ടുന്നുള്ള ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അത്രയും ഇഷ്ടമുണ്ട്, ഇതേ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ഇതിലാണ് ഞാനൊക്കെ വന്നത്. അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതിൽ എങ്ങനെയും നമ്മൾ രക്ഷപ്പെട്ടു പോകും. അല്ലാതെ നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ
ബുദ്ധിമുട്ടായിരിക്കും. സോ താങ്ക് യു സോ മച്ച് അഞ്ജന. അപ്പോൾ ഇനി കുഞ്ഞിപ്പാറിൻ്റെ കുറേ എന്താണ് പറയുക ക്യാമറ കണ്ണുകൾ കുറേ ആൾക്കാരെ പകർത്തട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.